ശിവൻകുട്ടിക്ക് പകരം വേറൊരാൾ നിന്നാൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂരിപക്ഷം വളരെ കൂടാനാണ് സാധ്യത. പക്ഷേ കഴിഞ്ഞ ത്രിതല തിരഞ്ഞെടുപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ BJPക്ക് അവിടെ നല്ല മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. നല്ല മേൽക്കൈ തൂത്തുപറക്കി. 2021 കടകംപള്ളി ശോഭാ സുരേന്ദ്രനെ എതിരിട്ടു. കടകംപള്ളി തന്നെ പേടിച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ വന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. ആ റിസൾട്ട് എല്ലാവരുടെയും പുരുകം ചുളിപ്പിച്ച ഒരു ഇതാണ്. കാരണം 7000 ചില്ലുവാനും വോട്ടിന് വി മുരളീധരൻ തോറ്റെടുത്ത് എങ്ങനെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഫയർ ബ്രാൻഡിങ് നേതാവ് 23,439 വോട്ടിന് തോറ്റു. ഈ വട്ടിയൂർക്കാവ് നകത്ത് പലപ്പോഴും ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പ്രധാനമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം കുറച്ച് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ മാറ്റിമറിച്ചിലുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അച്ഛൻ മാളയാണ് ഏറ്റെടുത്തതെങ്കിൽ മകൻ വട്ടിയൂർക്കാവ് മാളയാക്കി അവിടെ തമ്പടിച്ചു. VK പ്രശാന്തിനെയും K മുരളീധരനെയും നേരിടാൻ പറ്റിയ കരുത്തുള്ള ഒരു BJP നേതാവായിരിക്കണം അവിടെ വരേണ്ടത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് BJP വെച്ച് പുലർത്തുന്നത്. ഒരു നിർണായക ശക്തിയായി അവർ മാറും എന്ന വിലയിരുത്തൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. 40ഓളം മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ അവർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വോട്ടിംഗ് കരുത്തവർക്കുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ വിലയിരുത്തൽ വരുമ്പോൾ നമുക്ക് തലസ്ഥാന ജില്ലയിലേക്ക് വരാം. അവിടുത്തെ ഏറ്റവും സാധ്യതയുള്ള BJP സാധ്യതയുള്ള 3 മണ്ഡലങ്ങളാണ് ടോക്കിംഗ് പോയിന്റ് എന്ന് പരിശോധിക്കുന്നത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഈ മണ്ഡലങ്ങളിൽ BJPയുടെ ജയസാധ്യതയാണ് ടോക്കിംഗ് പോയിന്റ് എന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഈ 3 മണ്ഡലങ്ങളിലും BJPക്ക് വലിയ സാധ്യതയാണ് അവരുടെ ക്യാമ്പിൽ പ്രകടമാകുന്നത്. ആദ്യം നമുക്ക് നേമത്ത് തുടങ്ങാം. അതെ, ഈ 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ച പ്രധാന കേന്ദ്രങ്ങളിൽ പെടുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ BJP ഇവിടെ വെന്നിക്കൊടി പാറിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളും ഒക്കെ വന്നാൽ തീർച്ചയായിട്ടും വിജയത്തിന് സാധ്യതയുണ്ടെന്ന് അവർ ഉറപ്പിക്കുന്ന A+ മണ്ഡലങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന 3 മണ്ഡലങ്ങൾ. അതിൽ നേമം തന്നെ നമുക്ക് ആദ്യം നോക്കാം. അവിടെ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുക എന്ന് ഇപ്പം നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ നേമത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ ഇത് ഒരു ഇടതുപക്ഷ വലതുപക്ഷ മണ്ഡലമായിരുന്നു. മാറി മാറി ഒരു 57 മുതൽ 14 തവണ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ 7 തവണ കോൺഗ്രസ് ആണ് വിജയിച്ചത്, 5 തവണ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്. പിന്നെ 2 പ്രാവശ്യം PSP അങ്ങനെ സ്വതന്ത്രനുമൊക്കെ ആയിട്ട് മത്സരിച്ച് ജയിച്ച RSP ഒക്കെ ജയിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഇവിടെ വലിയ നേതാക്കൾ 1982 K കരുണാകരൻ ഇവിടെ നിന്ന് മത്സരിച്ച് ഒരിക്കൽ വിജയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 87 മുതൽ 91 വരെ അടുപ്പിച്ച് VJ തങ്കപ്പൻ CPMൻ്റെ നേതാവ് അവിടെ നിന്ന് മത്സരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2001 മുതൽ 2006 വരെ, അതായത് 2011 വരുന്നവരെ ശക്തൻ നാടാരാണ് അവിടെ നിന്ന് വിജയിച്ചത്. ശക്തൻ്റെ ശക്തി പൂർണ്ണമായും തെളിയിച്ച ഒരു മണ്ഡലമാണ് നേമം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ആളാണ് CPMൻ്റെ ശക്തനായ ശിവൻകുട്ടി. അദ്ദേഹം 2011-ലും 2021-ലും അവിടെ നിന്ന് വൻ ഭൂരിപക്ഷമല്ല, തെറ്റില്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ 5000-6000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിന് ജയിക്കുകയുണ്ടായി. പക്ഷേ 2016-ൽ O രാജഗോപാലിനോട് മുട്ടുകുത്തുകയും ചെയ്തു. അത് വളരെ എനിക്ക് തോന്നുന്നു CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ അപ്രതീക്ഷിതമായ പരാജയമായിരുന്നു. ഈ BJPയുടെ മുമ്പിൽ അങ്ങനെ മുട്ടുമടക്കേണ്ടി വരുമെന്ന് CPM ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് O രാജഗോപാൽ അങ്ങനെ താമര വിരിയിച്ചുകൊണ്ട് തിരുവനന്തപുരം നമ്മുടെ കേരള അസംബ്ലിയിലേക്ക് കടന്നു വരികയുണ്ടായി. അതാണ് ആദ്യമായി BJP കേരള നിയമസഭയിലെത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ വളർച്ച വളരെ അത്ഭുതകരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 16 മുതൽ ഇങ്ങോട്ട് അല്ലേ? അതെ, 2001 മുതൽ, അതായത് വേറെ ഒരിടത്തും സാധ്യത ഇല്ലാതെ നിൽക്കുമ്പോഴും നേമത്ത് ഒരു ചെറിയ സാധ്യത BJPക്ക് അല്ലെങ്കിൽ ഒരു പ്രസൻസ് എങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2001-ൽ അവിടെ MS കുമാർ, അവരുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം 16,878 വോട്ട് പിടിച്ചു 2001. അന്ന് കേരളത്തിലൊന്നും തന്നെ BJP ഇത്രയേറെ വോട്ട് പിടിക്കുന്ന ഒരു മണ്ഡലവും ഒരു 3%-5% കൂടുതലൊന്നും ഒരിക്കലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം 16,878 വോട്ട് പിടിച്ചുകൊണ്ട് ശ്രദ്ധേയമായത്. അത് കഴിഞ്ഞ് 2006-ലെ ഇലക്ഷനിൽ മലയങ്കിഴ് രാധാകൃഷ്ണൻ വന്നപ്പോൾ
പക്ഷേ ഈ വോട്ട് നേരെ 6000 ചിലവാനായിട്ട് കുറഞ്ഞു. 10000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത്. വലിയ വ്യത്യാസമാണ് വന്നത്. എന്നാൽ 2011 ഒ രാജഗോപാലിനെ ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ പിക്ചർ വീണ്ടും മാറി. ഒ രാജഗോപാൽ അവിടെ 43,661 വോട്ട് എന്ന് പറഞ്ഞാൽ 6000 ചിലവാന വോട്ട് കിട്ടിയ 2006 അപേക്ഷിച്ച് ഏതാണ്ട് 7 ഇരട്ടിയോളം വരുന്ന ഒരു ഭൂരിപക്ഷം, 7 ഇരട്ടിയിലധികം 43,661 വോട്ട് നേടുകയുണ്ടായി. പക്ഷെ അന്ന് ശിവൻകുട്ടിയാണ് എതിരായിട്ട് മത്സരിച്ചത്. അദ്ദേഹത്തിന് 50,076 വോട്ട് കിട്ടി. അങ്ങനെ 6,415 വോട്ടിന് ശിവൻകുട്ടി അവിടെ വിജയിക്കുകയുണ്ടായി 2011. പക്ഷേ അന്ന് തന്നെ BJP കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. തീർച്ചയായിട്ടും BJP അന്ന് അവിടെ വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം ഒ രാജഗോപാലിന് തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് സീറ്റിലൊക്കെ മത്സരിച്ചുമൊക്കെ ഒരു ക്രെഡിബിലിറ്റി നിൽക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം നിശ്ചയമായും ജയിക്കും. പക്ഷേ അതെ, അവിടെ അന്ന് ആ ഒരു മുസ്ലിം കോൺസെൻട്രേഷൻ വോട്ടിങ്ങിൽ ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് വന്നതുകൊണ്ടാണ് അന്ന് വിജയിച്ചതെന്ന് പരക്കെ ഒരു അഭിപ്രായം ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും 2021 അദ്ദേഹത്തിന് വന്നത്. പക്ഷേ 2016 ഒ രാജഗോപാൽ പട്ടുംപാടി ജയിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം, അതായത് 43,661 എന്നുള്ള തൻ്റെ തന്നെ അത്ഭുത മാർക്കിൽ നിന്നും അദ്ദേഹം 67,813. ഭയങ്കരമായിട്ടുള്ള ഒരു കുതിപ്പാണെന്ന് ഭയങ്കരമായ അദ്ദേഹം നടത്തിയ കുതിപ്പ് നിസ്സാരമല്ല. അതായത് 6,700 വോട്ടിൽ നിന്ന് 43,166 ആക്കും. ഒ രാജഗോപാലിന്റെ ശക്തി അതാണ്. 43,000 നിന്ന് അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം 66,813 വോട്ടായി കൂട്ടുന്നു. അന്ന് അദ്ദേഹം 8,671 വോട്ടിനാണ് ശിവൻകുട്ടിയെ മുട്ടുകുത്തിച്ചത്. അവിടെ നല്ലൊരു വിജയമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നോക്കുക, എന്നാൽ അത് കഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ വന്നപ്പോൾ 2011 വീണ്ടും താഴ്ന്നു. 2021 വീണ്ടും താഴ്ന്നുപോയി. ഒ രാജഗോപാൽ പിടിച്ച 67,000 ചെല്ലുവാന് 51,888 വോട്ടായിട്ട് മാറി. അന്ന് എന്താണ് നിയമസഭയിൽ ഇക്കുറി താമര വിരിയില്ല എന്ന് പിണറായി വിജയൻ ഉറപ്പ് പറഞ്ഞു. ആ ഉറപ്പ് CPM-ലെ ശക്തനായ ശിവൻകുട്ടി നടപ്പിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം 2021 അസംബ്ലിയിൽ വന്നത്. അദ്ദേഹത്തിന് അന്ന് 55,837 വോട്ടാണ് കിട്ടിയത്. കുമ്മനം രാജശേഖരന് 51,888 വോട്ടുമാണ് കിട്ടിയത്. അന്ന് വി മുരളീധരൻ അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. വി മുരളീധരൻ വന്ന് 36,526 വോട്ട് പിടിച്ചു. അവിടെയാണ് പിക്ചർ മാറി മറിഞ്ഞത് എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം കോൺഗ്രസിന് കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ നേതാവ് വന്ന് മത്സരിച്ചപ്പോൾ 36,521 വോട്ട്. അന്ന് പരക്കെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. കെ മുരളീധരനും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി കൊടുത്തു, ഇടതുപക്ഷത്തിന് അനുകൂലമായി. അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കൂടുതൽ വോട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിന്റെ സ്ഥിര നിലവാരത്തിൽ നിന്നും 10,000 വോട്ട് അദ്ദേഹം കൂടുതലാണ് പിടിച്ചത്. ഈവൻ ഇപ്പോഴത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പോലും 23,000 ചില വോട്ടേ കോൺഗ്രസിന് അവിടെ കിട്ടിയുള്ളൂ. അതേസമയം മുരളീധരൻ 36,000 പിടിച്ചു. 10,000-ലധികം വോട്ട് അദ്ദേഹത്തിന് അവിടെ സ്ഥിരം കോൺഗ്രസ് വോട്ടിൽ നിന്നും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടതെന്നാണ് പൊതുവെയുള്ള വ്യാഖ്യാനം. കാരണം അതാണ് ഇത്തവണയും ശിവൻകുട്ടി അവിടെ VD സതീശന് ചുണയുണ്ടോ അവിടെ ഒന്ന് മത്സരിക്കാൻ, വി മുരളീധരൻ ഒന്നുകൂടെ വരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു ശക്തനായ ഒരാൾ കോൺഗ്രസിൽ കൂടെ നിന്നാലേ BJP-യുടെ കുറേ വോട്ടുകൾ കോൺഗ്രസിലേക്കും കൂടെ പോവുകയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പവർ കൂടുകയും അങ്ങനെ വരുമ്പോൾ BJP-യുടെ കുറേ വോട്ടുകൾ കൂടി കുറയുകയും സ്പ്ലിറ്റായി പോവുകയും തനിക്ക് 5,000 വോട്ടിന് അടുപ്പിച്ച് അല്ലെങ്കിൽ 3,000 വോട്ടിനൊക്കെ ജയിക്കാൻ കഴിയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതിൽ നിന്നാണ്. 2026 ഏറ്റുമുട്ടാൻ പോകുന്നത് വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറുമാണ്. ശിവൻകുട്ടിയാണോ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അനാരോഗ്യം ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് അല്ലേ? അതെ. എങ്കിലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജയിച്ച MLA-മാരെല്ലാം മത്സരിക്കണം. അവിടെ ജയിക്കാൻ എന്തെങ്കിലും CPM-ന് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ശിവൻകുട്ടിക്ക് തന്നെയാണ്. അതെ, കാരണം അദ്ദേഹം മണ്ഡലത്തെ നന്നായിട്ട് നോക്കുന്ന ആളാണ്, ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന ആളാണ്. അതൊക്കെ കൊണ്ട് ശിവൻകുട്ടിക്ക് പകരം വേറൊരാൾ നിന്നാൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂരിപക്ഷം വളരെ കൂടാനാണ് സാധ്യത. പക്ഷേ കഴിഞ്ഞ ത്രിതല തിരഞ്ഞെടുപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ BJP-ക്ക് അവിടെ നല്ല മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. നല്ല മേൽക്കൈ തൂത്തുപറക്കി ഉള്ള വിജയമായിരുന്നു. ഏതാണ്ട് എല്ലാ സീറ്റുകളും വാർഡുകളും BJP-ക്ക് കിട്ടിയത് നേമത്താണ്. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചകമാണ് എന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആത്മവിശ്വാസം ഉയരത്തിൽ തന്നെയാണ്. അത് നല്ല നേതാവാണെങ്കിൽ അവിടെ ജനങ്ങൾ വോട്ട് കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണ്
ഒ രാജഗോപാൽ വന്നപ്പോൾ കണ്ട മാറ്റം. നമ്മൾ പറഞ്ഞില്ലേ 6700 എന്ന BJPയുടെ 2006 വോട്ടിൽ നിന്നും അദ്ദേഹം 43,000 ഉയർത്തി. അതെ, അടുത്ത ഇലക്ഷനിൽ 43,000 അദ്ദേഹം 67,800 ചിലവാനാണ്, അതായത് 68,000 വോട്ടോളായിട്ട് ഉയർത്തി. അപ്പോൾ മടങ്ങുകൾ വോട്ടാണ് അവിടെ മാറുന്നത്. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു രീതിയാണ്. അവിടെ നേമത്ത് നല്ല സ്ഥാനാർത്ഥി, ഇപ്പോൾ കെ മുരളീധരൻ വരുമ്പോഴും അത് തന്നെയാണ്. കെ മുരളീധരന് സാധാരണ കോൺഗ്രസ് പിടിക്കാറുള്ള 23,000 24,000 നിന്ന് 36,000 വോട്ട് കെ മുരളീധരൻ അവിടെ പിടിച്ചു. ആ 10,000 വോട്ടിൻ്റെ ഡിഫറൻസിൽ ശിവൻകുട്ടിക്ക് വിജയിക്കാനും സാധിച്ചു. അപ്പോൾ അതാണ് നിയമത്തിൻ്റെ ഒരു ചിത്രം. ഇപ്പോൾ നിലവിൽ BJPക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ വെച്ച് പുലർത്താൻ കാരണം ഇപ്പോൾ അവിടെ 2025 വോട്ടിന് BJP തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഇലക്ഷനിൽ ലീഡ് ചെയ്യുന്നു. നിയമസഭാ മണ്ഡലത്തിന്റെ കണക്ക് വെച്ച് നോക്കുക, അതെല്ലാം നിയമസഭയിലെ വോട്ടുകളെല്ലാം അവിടെ വരുന്ന വാർഡുകളെല്ലാം അല്ലെങ്കിൽ പഞ്ചായത്തുകളെല്ലാം കൂടെ കൂട്ടി നമ്മൾ നോക്കുമ്പോൾ 49,867 വോട്ടോളം BJPക്ക് അവിടെ കിട്ടും. CPM തൊട്ട് പുറകിൽ നിൽക്കുന്ന CPMന് 41,015 ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ്, വലിയ ഡിഫറൻസ് ഉണ്ട്. കോൺഗ്രസ്സിന് 23,791. അതാണ് ഇപ്പോഴത്തെ നില, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോവുകയാണ്. പ്രചാരണം ശക്തമായി മുന്നോട്ട് പോകുന്നു. മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ശിവൻകുട്ടി വളരെ സീസൺഡ് ആയിട്ടുള്ള CPM നേതാവ്, തന്ത്രങ്ങൾ മെനയാൻ മിടുക്കൻ, എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ അറിയാം, നീക്കുപോക്കുകൾക്കൊക്കെ തന്നെ മിടുക്കനാണ്. ഇനി 2,000 അല്ല 8,000 ചിലവാൻ വോട്ടാണ് കേട്ടോ. അതെ, നേമത്തെ 8,000 ചിലവാൻ വോട്ടുകൾക്ക് മുന്നിട്ടിലാണ് ഈ കോർപ്പറേഷൻ്റെ ഇതുമായിട്ട്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ വോട്ട് സ്പ്ലിറ്റിംഗ് സാധ്യത ഇവിടെ ശക്തൻ നാടാർ 2 പ്രാവശ്യം വൻ വിജയം നേടിയ ആളാണ്. 2001-ലും 2006-ലും ശക്തൻ നാടാർ ഇവിടെ നല്ല വോട്ട് നേടി വിജയിച്ചതാണ്. അദ്ദേഹത്തിനെ നിർത്തിയാൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഒരു ഫേസ് സേവിങ് വോട്ട് കിട്ടാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് CPMനെ ഗുണമാവുള്ളൂ എന്നുള്ളത് അവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ശക്തൻ ജയിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ അവർക്കും ഉണ്ട്. അപ്പോൾ ശക്തൻ ചിലപ്പോൾ കാട്ടാക്കടയ്ക്ക് മാറിയേക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവിടെയും നല്ല വിജയം 2-3 പ്രാവശ്യം വിജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ശക്തൻ ഒരു ശക്തമായ മുഖമാണ് UDF. ശക്തൻ ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ശക്തൻ അല്ലെങ്കിൽ ശക്തമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കഴക്കൂട്ടത്തേക്ക് പോവാം. അതെ, കഴക്കൂട്ടം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലമാണ്. അതെ, അദ്ദേഹം ഇടതുപക്ഷത്തിനായി മികച്ച വിജയം നേടിയെടുത്ത മണ്ഡലം, BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം, അവരുടെ A+ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ ഏറ്റുമുട്ടും എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവിടെ വി മുരളീധരനായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അവർ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി വി മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും അവർക്ക് ശക്തമായ ഒരു മുന്നേറ്റം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ നില? ആരൊക്കെ ആയിരിക്കും എതിർപക്ഷത്ത് എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. ഇപ്പോൾ പിക്ചർ കഴക്കൂട്ടം എന്നാൽ കടകംപള്ളി എന്നായിട്ടുണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം CPMന് ഈ മണ്ഡലം 1965 ഉണ്ടായ അന്ന് മുതൽ ലീഗും കോൺഗ്രസുമാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആദ്യമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ 1996 മത്സരിച്ച് വിജയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. പിന്നീട് അദ്ദേഹം മണിച്ചൻ്റെ ഡയറിയിലും മറ്റേ മദ്യ പ്രശ്നങ്ങളിലും ഒക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ സീറ്റ് കൊടുക്കാതെയും പിന്നെ പ്രശ്നമായും ഒക്കെ പോയി. പിന്നെ 2016 അദ്ദേഹം തിരിച്ചു വന്നു. 2021 വീണ്ടും വന്ന് നല്ല വിജയങ്ങൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞതാണ്. അതായത് 96, 2016, 2021 3 തവണ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വിജയിച്ചത് അദ്ദേഹം മാത്രമാണ്. അതായത് 67 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം. അവിടെ എന്നും ലീഗും കോൺഗ്രസുമാണ് ജയിച്ചിട്ടുള്ളത്. തലേക്കുന്ന് ബഷീർ, പ്രേം നസീറിൻ്റെ അളിയൻ, അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. AK ആൻ്റണിക്ക് ഒരിക്കൽ 77 ഇദ്ദേഹം തന്നെ മാറിക്കൊടുത്ത് AK ആൻ്റണി ഡൽഹിയിൽ നിന്ന് അന്ന് മുഖ്യമന്ത്രിയാവാനായിട്ട് കരുണാകരന് പകരം ഇവിടെ വന്നപ്പോൾ 1977 രാജൻ കേസ് പ്രശ്നമുണ്ടായി അദ്ദേഹം രാജിവെച്ചപ്പോൾ കരുണാകരന് വേണ്ടിയിട്ട് മാറിക്കൊടുത്തത് ഈ മണ്ഡലമാണ്. അന്നും പിന്നെ AK ആൻ്റണിക്ക് സുരക്ഷിത മണ്ഡലം എന്ന് പറഞ്ഞ് കൊടുത്തതാണ് കഴക്കൂട്ടം. അങ്ങനെ കഴക്കൂട്ടത്ത് കോൺഗ്രസിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ MA വാഹിദ് 2001, 2006, 2011 ഹാട്രിക് വിജയം ഒരിക്കൽ റിബലായി നിന്നും ജയിച്ചു. ആദ്യം റിബലായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇവിടുത്തെ നഗരസഭയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു.
വളരെ പ്രഗത്ഭനായിരുന്നു. ഒരു ജാവ ബൈക്കും കൊണ്ട് ഇവിടെ മുഴുവൻ നടന്ന് കോൺഗ്രസ്സുകാരെ സംഘടിപ്പിക്കുന്ന ഒരു മിടുക്കനായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ 2001 സീറ്റ് കൊടുത്തില്ല. ആ വാശിക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് കയറി നിന്നു പുസ്തകം അടയാളത്തിൽ. അന്ന് എല്ലാവരും പറഞ്ഞ് ഈ പുസ്തകം അടഞ്ഞു പോകുന്നു. പക്ഷേ അത് തുറന്നു തന്നെ വന്നു. 2011 ജയിച്ചു. പിന്നെ തിരിച്ച് 2006 2011 അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് അവിടെ നിന്ന് ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ പോലും അവിടെ കോൺഗ്രസ്സിന് ചാൻസ് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാം CPM-ൻ്റെ കയ്യിലായിരുന്നു. ഇതിനു മുമ്പ് 2 പ്രഗത്ഭരായി ജയിച്ചത് 87 നബീസ ഉമ്മാളാണ്. അത് സ്വതന്ത്രനായിട്ടാണ്, CPM-ൻ്റെ ചിഹ്നത്തിലല്ല. 87 നബീസ ഉമ്മാൾ, പ്രൊഫസർ നബീസ ഉമ്മാൾ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. പിന്നെ ഒരിക്കൽ ME രാഘവൻ 1999 ജയിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്സിസ്റ്റ് മണ്ഡലമാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും BJPക്ക് ഇവിടെ നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അതെ, അതായത് 2006 മുതൽ BJP ഇവിടെ ചെറുതായിട്ട് വോട്ട് പിടിച്ച് തുടങ്ങി. അതെ, 20 വർഷമായി അവർ ഗ്രോ ചെയ്യുകയാണ്. 2006 ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയതൊന്നുമില്ല. 2496 വോട്ട്, 99 വോട്ടേ കിട്ടിയുള്ളൂ. 2499 ആണ് അന്ന്. 3000 തികച്ചില്ല. 3000 തികച്ചില്ലാത്ത അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. 2011 ജെ പത്മകുമാർ വന്നപ്പോൾ പിക്ചർ കുറച്ചുകൂടെ മാറി. 7500, അതിൻ്റെ 3 ഇരട്ടി വോട്ടാണ്. 2016 ആയപ്പോഴേക്കും വി മുരളീധരൻ വന്ന് പിക്ചർ ആകെ മാറ്റി. അദ്ദേഹം ഏതാണ്ട് 6 മടങ്ങ് വോട്ട്, ഈ 7000-ന് അദ്ദേഹം 7 മടങ്ങോളം വോട്ട് വർദ്ധിപ്പിച്ചു. ഏകദേശം 42,732 വോട്ടാക്കി മാറ്റി. അവിടെയാണ് മത്സരം ശക്തമായി വന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എതിരാളി. അദ്ദേഹത്തിന് 7347 വോട്ട് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും ഈ എങ്ങുമില്ലാതെ നിന്ന BJPയെ അദ്ദേഹം ഒറ്റയടിക്ക് എതിർ സ്ഥാനാർത്ഥിയാക്കി മാറ്റി. 1, 2 സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 43,000-ഉം 50,000-ഉം തമ്മിലുള്ള ആ 8,000-ത്തിന് അടുപ്പിച്ച് 7,000 ചില്ലുവാൻ വോട്ടിൻ്റെ വ്യത്യാസത്തിന് വന്നു. 2021 കടകംപള്ളി ശോഭാ സുരേന്ദ്രനെ എതിരിട്ടു. കടകംപള്ളി തന്നെ പേടിച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ വന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷേ അവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ കടകംപള്ളി 23,439 വോട്ടിന് തോൽപ്പിച്ചു. ആ റിസൾട്ട് എല്ലാവരുടെയും പുരികം ചുളിപ്പിച്ച ഒരിതാണ്. കാരണം 7,000 ചില്ലുവാനും വോട്ടിന് വി മുരളീധരൻ തോറ്റെടുത്ത് എങ്ങനെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഫയർ ബ്രാൻഡിങ് നേതാവ് 23,439 വോട്ടിന് തോറ്റു. അന്ന് വളരെ ഇളക്കിമറിച്ച പ്രകടനവുമാണ്, ഇളക്കിമറിച്ച പ്രചരണവും പരിപാടികളുമാണ് നടത്തിയത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അടിയൊഴുക്കുകൾ BJPയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവർ ഏറെയുണ്ട്. അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും അത്തരത്തിലൊരു പേരുദോഷം അവർ കേൾപ്പിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം ഉയർന്നിരുന്നു. അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ആരും അറിയാതെ ലീക്കായി പുറത്തേക്ക് വന്നു. അത് വലിയ രീതിയിൽ അവിടെ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ കാരണം അന്ന് ശോഭാ സുരേന്ദ്രന് വിജയിക്കാൻ സാധിക്കുമെന്ന് ഏവരും ഉറച്ചു വിശ്വസിച്ചു. കാരണം ശക്തമായ ആൾക്കൂട്ടം. അതാണ് പറഞ്ഞത്, കടകംപള്ളി തന്നെ ഒരു ഡിഫൻസിലാണ് നിന്നിരുന്നത്, ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആഞ്ഞ് പ്രവർത്തിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഗുണം കിട്ടിയത് 2016-21 പീരീഡിൽ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പിന്നെ ഒരുപാട് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അതായത് ശബരിമലയ്ക്ക് പോകുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ക്ഷേത്രങ്ങളിൽ വരെയൊക്കെ സ്ഥാപിച്ച് ഹിന്ദു വോട്ടുകൾ കയ്യിലെടുക്കുന്നതിൽ അദ്ദേഹത്തിന് വിജയിച്ചു. ഈ വാഹിദും അങ്ങനെയായിരുന്നു. വാഹിദ് ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, അതുപോലെ തന്നെ പൊങ്കാല വന്നാൽ അവിടെ തലക്കെട്ടുമായിട്ട് നിന്ന് അത് കാര്യങ്ങൾ നടത്തുന്നവനായിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് വാഹിദ് ഹാട്രിക് അടിച്ചത്. അതുപോലെയാണ് കടകംപള്ളി. അവിടെ ക്ഷേത്രങ്ങളെ പിടിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ കയ്യിലെടുക്കാൻ കടകംപള്ളിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു കാരണമാണ് ഈ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ വോട്ട് കുറഞ്ഞത് എന്നും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ SDPIയുടെ വോട്ട് കുറച്ചുണ്ട്. പിന്നെ കടകംപള്ളി അന്ന് പൂർണ്ണമായും പിടിച്ചു പറ്റിയെന്നും അഭിപ്രായം. ശോഭാ സുരേന്ദ്രനായതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് SDPIയും തയ്യാറായിരുന്നു. കടകംപള്ളി കൈ നീട്ടി അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ SDPIയുടെ പൂർണ്ണമായ വോട്ട് കടകംപള്ളിക്ക് അനുകൂലമായി വരികയും ചെയ്തു. അതാണ് ഇത്രയും ഭൂരിപക്ഷം വന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ വി മുരളീധരൻ ഒരു സ്ഥലത്തുണ്ട്. വി മുരളീധരൻ വന്നാൽ പിക്ചർ മാറും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം വി മുരളീധരന്
അത്ഭുതകരമായി വോട്ട് മറിക്കാൻ കഴിവുള്ള ആളാണ്. അതാണ് നമ്മൾ കാണിക്കുന്നത്. ജെ പത്മകുമാർ 7508 വോട്ട് പിടിച്ചെടുത്ത് മുരളീധരൻ വന്ന് 42,000 ആക്കി. 6-7 ഇരട്ടി വോട്ട് മാറ്റിമറിക്കുന്നതിന് അദ്ദേഹത്തിന് അത്ഭുതമാണത്. അത്രയും വോട്ടുകൾ ഒരു നിയോജകമണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും കുറഞ്ഞ പീരീഡിൽ മാറ്റിമറിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് കോർപ്പറേഷൻ്റെ കീഴിലാണ്. അവിടുത്തെ മിക്ക കോർപ്പറേഷൻ വാർഡുകളും BJPക്ക് അനുകൂലമായിട്ടാണ് വന്നത്. അവിടെ ഇപ്പോൾ 40,582 വോട്ട് ബേസ് വോട്ടായിട്ട് BJPക്ക് ഉണ്ട്. കോൺഗ്രസ് വളരെ പിന്നിലാണ്. CPM തൊട്ടടുത്ത് നിൽക്കുന്നത് 2,109 വോട്ടിനാണ്. അതായത് 2,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ CPM-ഉം BJPയും തമ്മിൽ. അപ്പോൾ അവിടെ മുരളീധരൻ വന്നാൽ ഈ 2,000 വോട്ടൊക്കെ നിസ്സാരമായിട്ട് മാറ്റിമറിച്ചൊരു വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഉണ്ട്. അതോടൊപ്പം കടകംപള്ളിയാണെങ്കിൽ ഈ കഴക്കൂട്ടം മണ്ഡലം എന്നും പിടിച്ചടക്കിയ കടകംപള്ളിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആകെ വിജയിച്ച നേതാവ് കടകംപള്ളി ആയതുകൊണ്ട് 3 പ്രാവശ്യം ഇതിനു മുമ്പ് വിജയിച്ചിട്ടുണ്ട്. 4ാമതും അദ്ദേഹം വിജയിക്കുമെന്നും CPM-കാർ കരുതുന്നുണ്ട്. പക്ഷേ ലോക്കൽ CPM നേതാക്കൾ പറയുന്നത് ഇവിടെ കടകംപള്ളി അല്ലാതെ ആരും വേണ്ട എന്നാണ് പറയുന്നത്. ഇത്രയും പിന്നെ അയ്യപ്പ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കടകംപള്ളി മത്സരിച്ചേക്കില്ല എന്നൊരു പാർട്ടി നേതൃത്വത്തിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് തിരിച്ചാണ് ചിന്ത എന്നുള്ളതാണ്. കാരണം ഈ മണ്ഡലം 67 മുതൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ 65-ൽ തുടങ്ങിയ മണ്ഡലം ഇന്ന് വരെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അവിടെ നിന്ന് ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി മാത്രമാണ്. 3 പ്രാവശ്യം. ഈ SITയുടെ അന്വേഷണം സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കടകംപള്ളിയിലേക്ക് കൂടുതൽ നീങ്ങുകയും എന്തെങ്കിലും തരത്തിൽ 1-2 പ്രാവശ്യം ചോദ്യം ചെയ്യുകയോ മറ്റുമൊക്കെ ഇനിയും ഉണ്ടായാൽ അത് സാധ്യതകൾ മാറ്റിമറിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. അതായത് കടകംപള്ളി ഇവിടെ നിന്ന് ചിലപ്പം ജയിച്ച ഒരു സീറ്റ് പിടിച്ചാലും 10 സീറ്റ് വേറെ പോകാൻ കടകംപള്ളി നിർത്തിയെന്നുള്ള കാരണം കൊണ്ട് ഇത് കാരണം അങ്ങനെ ഉണ്ടായേക്കും. അതെ. ഇപ്പോൾ നമ്മുടെ പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല, ജയിലിൽ കിടക്കുന്നയാളിനെ ഇപ്പോഴും എന്തിനാണ് പാർട്ടിക്കകത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ ഒരു വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മത്സരിപ്പിച്ചു. അത് ചിലപ്പം വേറെ ചില മണ്ഡലങ്ങളിലെ സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയേക്കുമോ എന്ന് ഭയക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് CPM അവിടുത്തെ സ്ഥാനാർത്ഥി ആരെയൊന്നും ഉറപ്പിച്ചില്ല എന്ന് പറയുന്നത്. അതെ, കാരണം എനിക്ക് തോന്നുന്നു അവരുടെ ധർമ്മസങ്കടമുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. അവിടെ മുഴുവൻ വികസന ജാഥയും മണ്ഡലം മുഴുവൻ കടകംപള്ളിയുടെ ഫ്ലക്സും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഏതാണ്ട് ഇലക്ഷനിൽ അദ്ദേഹം അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ SP ദീപക് ആയിരിക്കുമോ എന്നൊക്കെയുള്ള സംസാരം കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളോട് ഇനി പ്രശാന്തിന് ചിലപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ അതൊരു കടുത്ത മത്സരത്തിനുള്ള അവസരം കിട്ടും. അതായത് കഴക്കൂട്ടംകാരനാണ്, സ്വദേശിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ സാധ്യതകൾ വളരെ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇതാണ്, കടകംപള്ളി മത്സരിച്ചില്ല എങ്കിൽ പ്രശാന്തിനെ കൊണ്ടുവരും എന്നൊരു കേൾവിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശാന്തിനെ അവിടെ ജയിക്കാം എന്നുള്ളത്. ഇനിയിപ്പോൾ കടകംപള്ളിയെ എല്ലാം സഹിച്ചുകൊണ്ട് CPM മത്സരിപ്പിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. ആ ഫാക്ടറാണ് ഏറ്റവും വലിയ ഘടകമായിട്ട് വരാൻ പോകുന്നത്. ഇനി നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നേമം, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിലവിൽ BJPക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, നേരിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയിപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഇവരുടെ 3ാമത്തെ പ്രതീക്ഷാ കേന്ദ്രം വട്ടിയൂർക്കാവ്. പക്ഷേ വട്ടിയൂർക്കാവ് പലപ്പോഴും പിടി കൊടുക്കാത്ത ഒരു രീതിയും ഉണ്ട്. വട്ടിയൂർക്കാവിൽ ഇത്തവണ BJPക്ക് കൂടുതൽ സീറ്റ് കൊടുത്താൽ അടുത്ത തവണ തദ്ദേശ ഭരണത്തിൽ മാറ്റും, അല്ലെങ്കിൽ തദ്ദേശ ഭരണത്തിൽ കിട്ടിയാൽ ചിലപ്പം പാർലമെന്റിൽ മാറിയെന്നിരിക്കും. ഇങ്ങനെയൊക്കെ ചെറിയ അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ഇതിനകത്ത് ഈ വട്ടിയൂർക്കാവ് അതിനകത്ത് പലപ്പോഴും ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പ്രധാനമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം കുറച്ച് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ മാറ്റിമറിച്ചിലുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്നിരുന്നാലും അവിടെ കോൺഗ്രസും CPM-ഉം മാറി മാറി ഇവിടെ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതെ, ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പേര് തന്നെ ആദ്യം തിരുവനന്തപുരം 2 എന്നായിരുന്നു, പിന്നെ തിരുവനന്തപുരം നോർത്തായി. അത് കഴിഞ്ഞിട്ടാണ് ഈ വട്ടിയൂർക്കാവ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ജയിച്ചത് പട്ടംതാണുള്ളയാണ്. PSPയുടെ നോർത്തായിരുന്നു. അതെ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പട്ടംതാണുള്ള ആദ്യമേ കരുത്തന്മാരാണ് വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൻ്റെ പഴയ രൂപത്തിൽ ഉള്ളത് ജയിച്ചിട്ടുള്ളത്. പിന്നെ KC വാമദേവൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ പങ്കജാക്ഷൻ RSPയുടെ പങ്കജാക്ഷൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പിന്നെ 77 മുതൽ ഈ പിക്ചർ ഇങ്ങോട്ട് മാറുകയാണ്. അതൊരു
കോൺഗ്രസ് CPM മാറി മാറി വരുന്ന രീതിയിലേക്കാണ് പിന്നെ പോയിട്ടുള്ളത് 1977 മുതൽ. 73-77 ആരും പ്രതീക്ഷിക്കാത്ത വട്ടിയൂർക്കാവ് രവി അല്ലെങ്കിൽ രവീന്ദ്രൻ കെ രവീന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി NDPയുടെ ഓക്കെ NDP അന്ന് 7 സീറ്റ് മറ്റുള്ള 7 തൂത്തുപെറുക്കി വാങ്ങിച്ച ഒരു സമയമാണ് 1977. അന്ന് വട്ടിയൂർക്കാവിൽ NDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വട്ടിയൂർക്കാവ് രവി എന്ന് പറയുന്ന കെ രവീന്ദ്രൻ നായരാണ്. അദ്ദേഹം ഒരിക്കലേ മത്സരിച്ചിട്ടുള്ളൂ. അന്ന് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കുകയും ചെയ്തു. പിന്നെ 1980 കെ അനിരുദ്ധൻ ആണ് വിജയിച്ചത്, നമ്മുടെ സമ്പത്തിൻ്റെ അച്ഛൻ. 82 G കാർത്തികേയൻ വിജയിച്ചിട്ടുണ്ട്. 87, 91, 96, 2006 4 തവണ M വിജയകുമാർ. ഓക്കെ. 87 അദ്ദേഹം തുടങ്ങിയത് DYFIയുടെ നേതാവായിട്ടാണ്. അന്ന് അടികൊണ്ട് നട്ടലിനൊക്കെ പ്രശ്നമുണ്ടായി. കരുണാകരൻ്റെ പോലീസ് അടിച്ച് ശരിയാക്കി. അന്ന് യുവത്വത്തിൻ്റെ പ്രതീകം എന്നും പറഞ്ഞ് വട്ടിയൂർക്കാവ് അന്ന് നോർത്തിൽ അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു. 87-ലും 91-ലും 96-ലും അടുപ്പിച്ച് അദ്ദേഹത്തിന് വിജയം നേടാൻ പറ്റി. എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് കെ മോഹൻകുമാർ അതിനടുത്ത തവണ 2001 വിജയിക്കുകയുണ്ടായി. 2001 വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയ സമയമാണ്. ഒരു വേവ് ഉണ്ടായിരുന്നു. ആ വേവിൽ കാലിടറിപ്പോയി M വിജയകുമാറിന്. പക്ഷേ 2006-ൽ M വിജയകുമാർ വീണ്ടും വന്ന് തിരിച്ചു പിടിച്ചു, സീറ്റ് പിടിച്ചു. അങ്ങനെ 4 തവണ അരിവാൾ ചുറ്റിക നക്ഷത്രം ശോഭിച്ച സ്ഥലമാണ്. അത് കഴിഞ്ഞ് പിന്നെയാണ് വട്ടിയൂർക്കാവ് എന്നുള്ള മണ്ഡലത്തിൻ്റെ രൂപീകൃതം ആകുന്നത്. അന്ന് മുതൽ കെ മുരളീധരൻ അവിടെ അതൊരു വേറൊരു പിന്നെ എന്താ മാളയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ മാളയാണ് ഏറ്റെടുത്തതെങ്കിൽ മകൻ വട്ടിയൂർക്കാവ് മാളയാക്കി അവിടെ തമ്പടിച്ചു. 2011, 2016 അത് കഴിഞ്ഞിട്ട് 2019 വരെ അദ്ദേഹമായിരുന്നു അവിടുത്തെ MLA. 2019 അദ്ദേഹത്തിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനായിട്ട് വടകരയ്ക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അദ്ദേഹം സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത്. അതൊരു അദ്ദേഹത്തിനൊരു മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് കുടികിടപ്പ് അവകാശമുള്ളൊരു മണ്ഡലമായിരുന്നു ഈ വട്ടിയൂർക്കാവ്. അതിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ ബേസ് കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ മതിപ്പുള്ള ആൾ തന്നെയാണ്. 3 പ്രാവശ്യം അവിടെ ജയിച്ചു. എന്നാൽ അത് കഴിഞ്ഞിട്ട് 2019 ഇവിടെ VK പ്രശാന്ത് അന്നത്തെ മേയർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് സൽപ്പേര് നേടിയിരുന്നു. അതുകൊണ്ട് 2019 ഇവിടെ പാട്ടുംപാടി ജയിക്കാൻ സാധിച്ചു. തോൽക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. 2021-ലും പ്രശാന്ത് ഇവിടെ നിന്ന് നല്ല വിജയം കരസ്ഥമാക്കി. അതെ. അപ്പം VK പ്രശാന്ത് ഇപ്പോഴും അവിടുത്തെ MLA ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കെ മുരളീധരൻ ഉറപ്പിച്ചു. ഏറെക്കുറെ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഒരു ഫൈറ്റിംഗ് പോസിബിലിറ്റി ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. അദ്ദേഹത്തിന് മുൻകാല ബന്ധങ്ങൾ വളരെയേറെ ഉണ്ട്. പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ട്. ഇന്നിപ്പോൾ VK പ്രശാന്ത് അവിടെ ഒരു വികസന സെമിനാർ നടത്തുകയാണ്. റെസിഡൻസ് അസോസിയേഷനെ മുഴുവൻ വിളിച്ചുകൊണ്ട് അവിടുത്തെ പ്രദേശത്തെ അസോസിയേഷൻ്റെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ളൊരു വികസന സെമിനാർ ഇന്ന് പ്രശാന്ത് നടത്തുകയാണ്. അവിടെയൊക്കെ കെ മുരളീധരനും വളരെ ഗ്രിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനും റെസിഡൻസ് അസോസിയേഷനുകൾക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട്. അച്ഛൻ മാളയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ അവരാദ്യം കയറി വരാൻ പറയുന്നുണ്ട്. അതുപോലെ കെ മുരളീധരൻ റെസിഡൻസ് അസോസിയേഷൻകാരൻ ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടോ മണ്ഡലത്തിൽ നിന്നുള്ളവർ അവരാദ്യം കയറി വരട്ടെ എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ BJPയുടെ വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2011 മുതലാണ് BJPയുടെ നല്ല വേര് പിടിച്ചത്. അന്ന് VV രാജേഷ് ഇന്നത്തെ മേയർ 13,494 വോട്ട് അവിടെ പിടിച്ചു. 13,000-ൽ പരം 13,500 എന്ന് വേണമെങ്കിൽ പറയാം. 2016-ൽ കുമ്മനം രാജശേഖരൻ അവിടെ വന്ന് വലിയ വ്യത്യാസം വരുത്തി. അദ്ദേഹം 43,700 വോട്ട് നേടുകയുണ്ടായി. അപ്പോൾ അതിനിടയ്ക്കാണ് VK പ്രശാന്ത് ഇത് കഴിഞ്ഞപ്പോൾ മുരളീധരന് അപ്പോൾ അന്ന് അവിടെ ജയിച്ചത് മുരളീധരനാണ്. 43,700 കുമ്മനം പിടിച്ചപ്പോൾ അവിടെ 51,322 വോട്ടിന് കെ മുരളീധരൻ വിജയിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 2019-ൽ VK പ്രശാന്താണ് ഉപതെരഞ്ഞെടുപ്പ് വന്നു. അന്ന് മുരളീധരൻ്റെ ഒഴിവിൽ മത്സരിച്ചത് അദ്ദേഹമാണ്. അന്ന് S സുരേഷാണ് ഇന്നത്തെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. S സുരേഷാണ് 27,452 വോട്ടിന് അവിടെ നിന്ന് BJPക്ക് വേണ്ടി
വോട്ട് പിടിച്ച ആൾ. ഓക്കെ. അതും കുമ്മനം രാജശേഖരനെ വെച്ച് നോക്കുമ്പോഴും കുറവാണ്, പകുതി ഓളം കുറവുണ്ട്. ശരിയാണ്. എന്നാൽ പക്ഷേ 2021 വി രാജേഷ് വീണ്ടും മത്സരിച്ചപ്പോൾ 39,596 വോട്ടായിട്ട് കുറഞ്ഞു, കൂടി. ഓക്കെ. അതായത് 19-നേക്കാൾ അതെ 19-നെ അപേക്ഷിച്ച് 2021 കൂടി എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ പക്ഷേ എന്നാലും വി കെ പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം 21,515 വോട്ടാണ്. ഓക്കെ. അപ്പോൾ അതാണ് അവിടുത്തെ പിക്ചർ. നമ്മളിത് ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുമ്മനം രാജശേഖരൻ 43,700 വോട്ട് പിടിച്ചു. കാൻഡിഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാൻഡിഡേറ്റ് അതായത് ഈ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഈ പ്രഗത്ഭന്മാരാണ് ഇവിടെ മത്സരിച്ചത് അധികവും. ഞാൻ പറഞ്ഞില്ലേ, പട്ടം താണുമുള്ള മുതൽ ഓക്കെ. എം വിജയകുമാറിനെ പോലുള്ളവർ, കെ മുരളീധരനെ പോലുള്ളവരൊക്കെ വന്നാൽ ചിരപ്രതിഷ്ഠ നേടുന്ന ഒരു രീതി ഇവിടെ. ഇപ്പോൾ പ്രശാന്ത് അങ്ങനെയാണ്. പ്രശാന്ത് മേയർ എന്നുള്ള രീതിയിൽ ഷൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ മേയറുടെ സൽപ്പേര് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കഴിഞ്ഞ 2 തവണയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശാന്തിനെയും വി കെ പ്രശാന്തിനെയും കെ മുരളീധരനെയും നേരിടാൻ പറ്റിയ കരുത്തുള്ള ഒരു BJP നേതാവായിരിക്കണം അവിടെ വരേണ്ടത്. ഇല്ലെങ്കിൽ BJPക്ക് അത്ര സാധ്യതകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ഏറെ നാളായി പറഞ്ഞു കേൾക്കുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ പേരാണ്. പക്ഷേ നടൻ കൃഷ്ണകുമാറിന് അവിടെ സാധ്യത മത്സരിക്കുവാൻ ലഭിക്കുമോ എന്നുള്ളത് സംശയത്തിലാണിപ്പോൾ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവിടെ പറഞ്ഞ് കേൾക്കുന്നത് സാധ്യത മാത്രമാണ്, ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്. അതായത് കായംകുളം മണ്ഡലം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന ശോഭാ സുരേന്ദ്രൻ, ആ മണ്ഡലം BDJS ആവശ്യപ്പെടുന്നു. BDJSൻ്റെ നേതാവിന് വേണ്ടി, സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയിട്ട്, തുഷാറിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒന്നുകിൽ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ പാലക്കാട്, ഈ 2 സ്ഥലങ്ങളിൽ എവിടേക്കെങ്കിലും പോകും എന്നാണ് പറയുന്നത്. കാരണം ശോഭാ സുരേന്ദ്രനെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കണം എന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം അവരെല്ലാ എല്ലായിടത്തും പോയി വലിയ ഓളമുണ്ടാക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. തോൽക്കുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവർ അവിടെ എല്ലാം നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന ഇലക്ഷൻ ക്യാമ്പയിനാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. ഓക്കെ. പക്ഷേ കാരണം വി കെ പ്രശാന്തും കെ മുരളീധരനും ഒരുപോലെ വോട്ട് പിടിക്കുമ്പോൾ BJPക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് 2,109 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ LDFുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഓക്കെ. അപ്പോൾ ആ 2000 ചില്ലാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ് അവിടെ. ഈ 2000 ചില്ലാനം വോട്ട് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു BJP കാൻഡിഡേറ്റ് വന്നാൽ ഒരു പക്ഷേ അവിടെ മത്സരം അൺപ്രഡിക്റ്റബിൾ ആവും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ഏത് വന്നാലും ഒരു വലിയ നഷ്ടമായിരിക്കും വട്ടിയൂർക്കാവുകാർക്ക്. അതെ. കെ മുരളീധരൻ പോയാലും നഷ്ടം, പ്രശാന്ത് പോയാലും നഷ്ടം. BJPക്ക് ഒരു കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ വന്നാൽ അവർ തോറ്റാലും നഷ്ടം. അപ്പോൾ 3 പേരിൽ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് ഒരു ധർമ്മസങ്കടം അവിടുത്തെ വോട്ടേഴ്സിന് ചിലപ്പോൾ ഉണ്ടായിരിക്കും. വട്ടിയൂർക്കാവിൽ വന്നേക്കാം. ഓക്കെ. അപ്പോൾ ധർമ്മസങ്കടത്തിൻ്റെ ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കഴക്കൂട്ടം, നേമം എന്നിവിടങ്ങളിൽ BJPക്ക് നേരിയ മേൽക്കൈ. വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ ഇപ്പോൾ BJPയുടെ A+ മണ്ഡലമാണെങ്കിൽ പോലും പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ടാണെങ്കിൽ തന്നെയും നമുക്ക് അറിവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കെ മുരളീധരനാണ്. കെ മുരളീധരൻ നിന്നാൽ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി വി കെ പ്രശാന്തിനെ അവിടെ നിന്ന് മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല. ഇപ്പോൾ കടകംപള്ളി കഴക്കൂട്ടത്തില്ലെങ്കിൽ മാത്രമേ അങ്ങോട്ട് മാറാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ പക്ഷേ പ്രശാന്ത് മാറിയാൽ ഒരു പക്ഷേ അതുപോലത്തെ ഒരു കാൻഡിഡേറ്റ് ഇവിടെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പേരുദോഷമുള്ളവരെയൊക്കെ തന്നെ മാറ്റി നിർത്തി മത്സരത്തിന് ഇറങ്ങണം എന്ന് ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ തീരുമാനം വരാൻ പോകുന്നത് വിന്നബിലിറ്റിയെ മാത്രം നോക്കിയായിരിക്കും എന്നാണ് കേൾക്കുന്നത്. LDFന് ജീവൻ മരണ പോരാട്ടമായി കണ്ടാണ് അവർ ഗോദയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്തിനുള്ള സാധ്യത കൂടുതലാണ് വട്ടിയൂർക്കാവിൽ, അല്ലേ? കഴക്കൂട്ടത്ത് കടകംപള്ളിയും തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതെ. അവിടെയും പിന്നെ വി മുരളീധരനാണെങ്കിൽ അതും പ്രവചനാതീതമാണ്. വി മുരളീധരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം 10,000 വോട്ടുകൾ അപ്പോൾ 7,000-ൽ നിന്ന് 40,000 ചില്ലാനം ആക്കുന്ന ആ ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്തായാലും കടകംപള്ളി വന്നാൽ പോലും കടകംപള്ളിക്ക് ജയമുറപ്പിച്ച് വരാനൊന്നും സാധിക്കില്ല. അവിടെ വി മുരളീധരൻ വളരെ ശക്തനായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഏറെ നാളായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റേഷൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം പണ്ട് മുതലേ
ഈ കാടിളക്കുന്ന ഒരു പ്രചരണത്തിൻ്റെ ആളും കൂടെയാണ്. സൗമ്യമായി ആണ് സംസാരിക്കുന്നതെങ്കിലും വളരെ ഇഫക്റ്റീവായിട്ടാണ് എഫക്റ്റീവായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അതെ, നേതാവ്. നല്ല പൊളിറ്റിക്സ് അറിയാവുന്ന നേതാവാണ്. ജനങ്ങളുടെ പൾസ് അറിയാവുന്ന നേതാവാണ്. പിന്നെ ജനങ്ങളോട് പെരുമാറാൻ അറിയാം. വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു നേതാവാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ അവിടുത്തെ റെസിഡൻസ് എപ്പോഴും പറയും, നമുക്ക് ഇത്രയും പ്രാധാന്യം നിന്ന ഒരു നേതാവ് വേറെ ഇല്ലല്ലോ. ഒരു ക്ലീൻ ഇമേജ് ആണ് അദ്ദേഹത്തിനുള്ളത്. അതും അദ്ദേഹത്തിന് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമേജുകൾ തമ്മിലുള്ള പോരാട്ടം കൂടിയായി മാറും കഴക്കൂട്ടം. വട്ടിയൂർക്കാവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ്റെ പെരുമ, അതിനെതിരെ എങ്ങനെ അടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കും മറ്റുള്ളവരുടെ അതെ തീർച്ചയായിട്ടും മുന്നിലുള്ള ടാർഗറ്റ്. നിയമത്തേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ മേൽക്കൈ ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. നേരെ മറിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ പരിചയസമ്പത്തിൻ്റെ കാര്യത്തിൽ ബി ശിവൻകുട്ടിയും ഇറങ്ങുന്നു അല്ലേ? അതെ, ഈ 3 മത്സരങ്ങളും പ്രവചനാതീതമെന്ന് തന്നെ പറയാം. ഓക്കെ, അത്രയ്ക്ക് വലിയ പോരാട്ടമായിരിക്കും. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള 3 മണ്ഡലങ്ങളുടെ കാര്യം. അതായത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഈ 3 മണ്ഡലങ്ങളിൽ അവർക്ക് വിജയസാധ്യത എത്രത്തോളം, വിജയം തെളിഞ്ഞു വരണമെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങണം എന്നുള്ളതാണ് നമ്മളൊന്ന് സംസാരിച്ചത്. എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങൾ നമ്മളത് പരിശോധിച്ചു. മറ്റു മണ്ഡലങ്ങളുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ടാകാം. തീർച്ചയായിട്ടും ആ മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അത് കാട്ടാക്കടയുണ്ടാകാം, നമുക്ക് സംസാരിക്കാൻ നെടുമങ്ങാടുണ്ടാകും, പാലക്കാടുണ്ടാകും, കായംകുളം ഉണ്ടാകും, മഞ്ചേശ്വരം ഉണ്ടാകും. ഇങ്ങനെയുള്ള മറ്റ് അവരുടെ A+ മണ്ഡലങ്ങളൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അത് വരും ദിവസങ്ങളിലായിരിക്കും. അതൊക്കെ പരിശോധിക്കുക. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.